ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, സ്റ്റോക്ക് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയുണ്ട്, ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ ഇന്നലെ തന്നെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വന്നതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എല്ലാം മാർക്കറ്റിനെ ഒരു വലിയൊരു ഹൈപ്പ് ഓടെയാണ് നോക്കി കണ്ടത്. അപ്പൊ അതുപോലെ ഓപ്പൺ ചെയ്തത് ഡൗണിലായാലും പിന്നെ റിക്കവറി ആയി. ഈവൻ അമേരിക്കൻ മാർക്കറ്റ് പോലും റിക്കവർ ആയിരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മുടെ മാർക്കറ്റ് തീർച്ചയായിട്ടും റിക്കവറി. അപ്പൊ US ഫ്യൂച്ചേഴ്സ് 300 പോയിന്റ്സ് ഡൗണിൽ ഓപ്പൺ ആയാലും ഇപ്പൊ 200 പോയിന്റ്സ് ഹയറിലാണ്. അതുപോലെ നമ്മുടെ മാർക്കറ്റും 150 ഡൗണിൽ ഓപ്പൺ ആയി, എന്നിട്ട് ബൗൺസ് ആയി. ഓക്കെ, നാസ്ഡാക്ക് ഇപ്പോൾ 150 പോയിന്റ്സ് ഹൈയിലാണ് ട്രേഡ് ആകുന്നത്. S&P 500 ഓൾസോ ഹൈയിലാണ്. US മാർക്കറ്റും വലിയ റിയാക്ഷൻ ഒന്നും വന്നില്ല. ഈവൻ ഇഫ് അറ്റാക്ക് വന്നാൽ, ഇറാന്റെ അറ്റാക്ക് വന്നാലും US മാർക്കറ്റ് വലിയ ഒരു അഫക്റ്റ് വന്നില്ല. 10-year ബോണ്ട് ഈൽഡ് 4.3 അറൗണ്ട് വന്നു. ബ്രന്റ് ക്രൂഡ് $78, ഇപ്പൊ $76. ഗോൾഡ് സ്ലൈറ്റ്ലി ഹയർ ആയിട്ട് $3,375 പെർ ഔൺസ് വന്നിരിക്കുന്നു. അതുപോലെ ഏഷ്യൻ മാർക്കറ്റിൽ ജാപ്പനീസ് നിക്കി 0.5% ഡൗണിലായാലും ക്ലോസ് ആവുമ്പോൾ ഫ്ലാറ്റിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഹാൻസൺ ഇൻഡെക്സും 1% ഡൗണിൽ ഓപ്പൺ ആയെങ്കിലും ഇപ്പൊ ഒരു 0.7% ഹൈയിൽ ക്ലോസ് ആയിട്ടുണ്ട്. അതുപോലെ ഷാങ്ഹായ് ഇൻഡെക്സും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇപ്പൊ നിഫ്റ്റി 24,950 1 അവർ ഓപ്പൺ ചെയ്തു. 1 അവർ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ 800, 850, 25,050 ആ ഒരു റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു 25,150, 25,200 ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരിക്കുകയാണ്. ക്രൂഷ്യൽ ലെവലാണെന്ന് പറയാം. ലാസ്റ്റ് ഒരു 1.5 മന്തില് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സെൻസസ് 81,896 ക്ലോസ് ആയി, 511 പോയിന്റ്സ് ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി 24,971 ക്ലോസ് ആയി, 140 പോയിന്റ്സ് ഡൗണില്. നിഫ്റ്റി ബാങ്ക് 56,059 ക്ലോസ് ആയി, 193 പോയിന്റ്സ് ഡൗണിൽ ക്ലോസ് ആയിരിക്കുന്നു. അപ്പൊ ഇന്ന് മേജർ ആയിട്ട് ഗെയിനേഴ്സിൽ വന്നിരിക്കുന്നത് ട്രെൻഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ് ആണ്. മേജർ ലൂസേഴ്സ് ആയത് ഇൻഫോസിസ്, L&T, IT-യിൽ വന്ന ഇൻഫോസിസ്, L&T, അതുപോലെ ഹെറോ മോട്ടോകോർപ്പ്, M&M, HCL ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. സെക്ടർ വൈസ് നോക്കിയാൽ IT, FMCG, ഓട്ടോ, ബാങ്ക് എല്ലാം തന്നെ 0.5 to 1.5% ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം മെറ്റൽ, മീഡിയ, ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ 0.5 to 4% ഉയർന്നിട്ടുമുണ്ട്. BSE മിഡ് ക്യാപ്പ് 0.2% ഹയർ ആയിട്ടും സ്മോൾ ക്യാപ്പ് 0.6% ഹയറിൽ ക്ലോസ് ആയിരിക്കുന്നു. അപ്പൊ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്ക് നല്ല പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. റുപ്പിയും 86.75 ലോവർ ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. പ്രീവിയസ് ക്ലോസ് 86.59. പോളി ക്യാബ് ഇന്ത്യ 4.34% ഇന്ന് കയറിയിട്ടുണ്ട്, 4.14%. അതുപോലെ NHPC 3.88% കയറിയിരിക്കുന്നു. അതുപോലെ ട്രെൻഡ് 3.57% ഉയർന്നിട്ടുണ്ട്. ഡിക്സൺ ടെക്നോളജീസ് 3.5. പിന്നെ കേരള ആയുർവേദ ഈ സ്റ്റോക്കാണെന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട്, അത് 19.99% വരെ കയറിയിരിക്കുന്നു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 2.72%, കൊച്ചിൻ ഷിപ്പ്യാർഡ് 2.43%, ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് 3.80% ഒക്കെ കയറിയിട്ടുണ്ട്. പോപ്പീസ് കെയർ 2.34%, വെർട്ടെക്സ് സെക്യൂരിറ്റീസ് 2.25% കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇനിയിപ്പോ മന്ത്ലി എക്സ്പിരി കൂടെയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇനി ക്ലോസിങ്, ആ ഒരു റേഞ്ച് ഉയരുമോ
അതോ ഇതേ റേഞ്ചിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ FISന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ FIS 77% ഷോർട്ട് ലാസ്റ്റ് ഫ്രൈഡേയിൽ ക്ലോസിംഗ് ആയിരുന്നു. അതൊന്ന് റെഡ്യൂസ് ആക്കിയാൽ 3 to 5% റെഡ്യൂസ് ആക്കിയാൽ ഒരു പക്ഷേ 25,300 മുകളിൽ പോകാനുള്ള സാധ്യത നിഫ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഷോർട്ട് കവറിങ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ, മെറ്റൽ ഒക്കെ 0.5%. ഏതൊക്കെ സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG, IT മെയിനായിട്ട്, ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം തന്നെ FMCG, ഓട്ടോ, ബാങ്ക് ഇതെല്ലാം 0.5 to 1.5% ആണ് ഇടിഞ്ഞത്. അതുപോലെ മെറ്റല്, ക്യാപിറ്റൽ ഗുഡ്സ് മാത്രമാണ് ഒരു ചെറിയ തോതിൽ ഒന്ന് ഇൻക്രീസ് ആയിരിക്കുന്നത്. FIS DAയുടെ ഡേറ്റ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. FIS 5,592 crores ഇന്ന് ബൈ ചെയ്തിരിക്കുന്നു. പക്ഷെ ഇന്ന് ബ്ലോക്ക് ഡീൽ ഒന്നും ഇല്ല. ഡൊമസ്റ്റിക് 1,874 crores സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു FIDAയുടെ ഡേറ്റ ഈ ഒരു ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മറക്കാതെ ചെക്ക് ചെയ്തോളുക. FIDAസിന്റെ ബൈ സെല്ലും നല്ല ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, FIS ജൂൺ മന്തിൽ മാത്രം 9,500 crores ആണ് നിയർലി ബൈ ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദ ബ്ലോക്ക് ഡീൽ. അതുപോലെ DAS 54,900 crores ആണ് ബൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ FIS 1,800 ഓക്കെ, ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാനതൊന്ന് ചെക്ക് ചെയ്യാം. FIS DA ഡേറ്റയുടെ കാര്യം. ഓക്കെ, ഇപ്പോൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളുക. ആൻഡ് NBCCയുടെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് 300 crores ഓർഡർ വിൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ BSE, ഇൻഡിഗോ, ഈ രണ്ട് സ്റ്റോക്കുകളും അത് സെപ്റ്റംബറിൽ നിഫ്റ്റി 50യിൽ ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇറാൻ ഇസ്രായേൽ വാർ കാരണം 1 lakh tons ബാസ്മതി റൈസ് ഷിപ്മെന്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം അത് ഇന്ത്യക്ക് വരേണ്ടിയ ബാസ്മതി റൈസ് ആണ്. അപ്പം അത് വരാൻ പറ്റാതെ ഒരു ഷിപ്പിൽ തന്നെയായി. ദെൻ ടെസ്ല ഇന്ത്യയിൽ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സെപ്റ്റംബറിൽ തന്നെ ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അതുപോലെ ഇതിൽ ചൈന മെയ്ഡ് ആയിട്ടുള്ള കാറുകളെല്ലാം തന്നെ സെല്ല് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, അതുപോലെ FISന്റെ ഷോർട്ട് കവറിങ്, അത് FIS എത്രയാണ് ഷോർട്ട്, ഈ രണ്ട് കാര്യം പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുക. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ ഇപ്പോൾ US ഈ ഇറാനെ അറ്റാക്ക് ചെയ്തത് കൊണ്ട് ഇപ്പം എങ്ങനെയായിരിക്കും ആ ഒരു റെസ്പോൺസ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ മെയിനായിട്ടുള്ള നിഫ്റ്റിയുടെ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ 25,050, 25,100, 25,150, 25,200 ഈ ഒരു ലെവൽ തന്നെയാണ്. അപ്പം അതിൽ 24,800 ഇന്നലത്തെ ലോ ആണ് മെയിനായിട്ട്. അതിൽ FIS ഷോർട്ട് കവറിങ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുമ്പോൾ 56,150, 56,300 ആൻഡ് 56,500 ഈ ഒരു ലെവലിലാണ്. സപ്പോർട്ട് ലെവൽ 55,900 to 55,700 ആണ്. അപ്പോൾ FIS നെറ്റായിട്ട് 5,592 crores ബൈ ചെയ്തിട്ടുണ്ട്. DAS 1,874 crores സെല്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ടെലഗ്രാമിൽ കുറച്ച് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക, അത് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ 25,050, 25,150 ഈ ഒരു റേഞ്ചാണ്. അപ്പോൾ അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 25,200, 25,300 വരെ മാക്സിമം പോകും. സപ്പോർട്ട് ലെവൽ 24,930, 24,800
24,890 to 24,820 ആ ഒരു റേഞ്ചാണ് സപ്പോർട്ട് ലെവൽ ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നത്. ഇതാണ് മേജർ ആയിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ ഇവന്റ് എല്ലാം തന്നെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ടെലഗ്രാമിലും ഷെയർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് വന്നിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.